7/1/2025 ചൊവ്വാഴ്ചത്തെ ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അന്ന് പിറന്നാൾ രേവതി നക്ഷത്രത്തിനും ശ്രാദ്ധവും രേവതി നക്ഷത്രത്തിന് തന്നെ ആണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം. അതല്ലാണ്ട് എൻ്റെ വാട്സാപ്പിലേക്ക് വീഡിയോ കിട്ടുന്നില്ല എന്ന് മെസ്സേജ് ചെയ്തിട്ടൊന്നൊരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ന്യൂസ് ഫീഡിലേക്ക് ഇത് കയറി വരും, എന്തിൻ്റേതാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, തന്നെ ചെയ്യുക, എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക, സ്റ്റിക്കറോ എന്തെങ്കിലും ചെയ്യാം. പിന്നെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം എന്നുള്ളവർ ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ്, അതിലേക്ക് ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക. നമുക്ക് ഫലത്തിലേക്ക് വരാം. 7/1/2025 ചൊവ്വാഴ്ച. കർക്കിടകം, തുലാം, മീനം രാശിക്കാർക്ക് ശുഭകരമാണ്. മേടം, കന്നി, കുംഭം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. വൃശ്ചികം, മകരം രാശിക്കാർക്ക് ദോഷമാണ്. ഇടവം, മിഥുനം, ചിങ്ങം, ധനു രാശിക്കാർക്ക് കഠിനമായ ദോഷമാണ്. ഇനി നമുക്ക് നാളൊക്കെ പറഞ്ഞ് വിശദമായിട്ട് നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം ജനിച്ചവർ മേടക്കൂറിൽ ജനിച്ചതാണ്. ആ മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമാണ് ഫലങ്ങൾ. സാമ്പത്തികമായ നേട്ടങ്ങളും കാര്യങ്ങളുമൊക്കെ മേടം രാശിക്ക് ഉണ്ടാകും. ശത്രുക്കളിൽ നിന്ന് മോചനവും ഉണ്ടാവും, ശത്രുദോഷങ്ങളിൽ നിന്നുള്ള മോചനവും ഒക്കെ ഉണ്ടാവും. എന്നാൽ ആരോഗ്യകാര്യത്തിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടും. പ്രത്യേകിച്ച് അലർജി സംബന്ധമായ അസുഖങ്ങളുള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടെയാണിത്. അതേപോലെ മനസ്സിന് ഒരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടുന്ന സമയമാണ്. അനുകൂലമല്ലാത്ത സുഹൃത്തുക്കൾ, തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങളും പ്രയാസങ്ങളും, ഇങ്ങനെ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുക. ഗുണദോഷ സമ്മിശ്രമായ ഒരു ഇതായിരിക്കും. ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക സാമ്പത്തികമായ കാര്യങ്ങൾ ഇടപെടുന്ന സമയത്ത്. എങ്കിലും പൊതുവെ സാമ്പത്തിക രംഗം അനുകൂലമായിരിക്കും. ഇനി ഇടവം രാശിക്കാർ. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി ഭാഗമാണ് കാർത്തിക. ഈ ആദ്യ പകുതി ഭാഗമാണ് ഇടവം രാശിക്കാർ. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അനുകൂലമല്ല, കഠിനമായ ദോഷമുള്ള സമയമാണ്. സ്വജന കലഹവും മനോദുഃഖവും സ്ഥാനമാറ്റവും ധനക്ഷയവും രോഗപീഠയും ശത്രുഭയവും കുടുംബത്തിലുള്ളവരായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അലസതയും കർമ്മ തടസ്സവുമൊക്കെയായി ഇടവം രാശിക്കാർക്ക് ഈ ദിവസം ഒട്ടും അനുകൂലം ആയിരിക്കില്ല. മിഥുനം. മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനം. മിഥുനം രാശിക്കാർക്കും അനുകൂലമല്ലാത്ത സമയമാണ്. മിഥുനം രാശിക്കാർക്ക് ദൈവാധീനവും വളരെ കുറവുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. എത്ര ദോഷമുണ്ടെങ്കിലും ദൈവാധീനമുള്ള രാശിക്കാരാണെങ്കിൽ ദോഷത്തിന് കുറയും. പക്ഷെ ഇവിടെ ദൈവാധീനവും വളരെ കുറവുള്ള രാശിയാണ്. സർക്കാർ മേഖലയിൽ നിന്നൊന്നും അനുകൂലമാകില്ല. സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമാകില്ല. നമുക്ക് വേണ്ടപ്പെട്ടവരെന്ന് നമ്മൾ വിചാരിച്ചിട്ടുള്ള ആളുകൾ നമുക്ക് അനുകൂലമായിരിക്കില്ല. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, തൊഴിൽ രംഗത്ത് ഒരു അസ്വസ്ഥത, സാമ്പത്തികമായ രംഗവും അനുകൂലമായിരിക്കില്ല ഈ ദിവസം. ചില യാത്രകളൊക്കെ പോകേണ്ടി വന്നാൽ അതും അത്ര ഗുണകരമായിരിക്കില്ല. പൊതുവെ മിഥുന രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ദിവസം. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം. കർക്കിടകക്കൂറ്. ഈ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാണ്. പൊതുവെ അനുകൂലമായ ഒരു സമയമാണ് കർക്കിടകക്കൂറുകാർക്ക്. പൊതുവെ ദൈവാധീനമുള്ളൊരു സമയമാണ് വ്യാഴം 11 കൊണ്ടും. അതുകൊണ്ട് തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ, ആരോഗ്യപരമായ മേന്മ, കുടുംബത്തിലെ സ്വസ്ഥതക്കുറവിനൊക്കെ ഒരു സമാധാനം ഉണ്ടായിട്ട് സന്തോഷമൊക്കെ ഉണ്ടാവും.
അല്പം ചിലവൊക്കെ വരുമെങ്കിലും പൊതുവെ അനുകൂലമാണ്. കുടുംബത്തിലെ സമാധാനവും സന്തോഷവും ഉണ്ടാകും. ഭാര്യ, പുത്ര ഇവരൊക്കെ ആയിട്ടൊരു അനുകൂലമായ നിലപാട് അവരിൽ ഉണ്ടാകും. പൊതുവെ മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരവും കാര്യങ്ങളൊക്കെ കിട്ടും. പൊതുവെ കർക്കിടകക്കൂറുകാർക്ക് അനുകൂലമാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങം രാശി കഠിനമായ ദോഷമാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ പ്രശ്നങ്ങൾ, ധനനഷ്ടം, കുടുംബസ്വസ്ഥതയില്ലായ്മ, മാതൃപിതസ്ഥാനീയരമൊക്കെ ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, മുതിർന്നവരിൽ നിന്നുള്ള ചില പ്രയാസകരമായ അനുഭവങ്ങൾ, അപകീർത്തി, അപകടം, തൊഴിൽ തടസ്സം, കലഹം ഒക്കെ ആയിട്ട് ചിങ്ങക്കൂറുകാർക്ക് ഒട്ടും അനുകൂലം അല്ല. ഇനി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി കന്നി. ഈ കന്യക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ സമയമാണ് ഇതാണ്. പക്ഷേ കന്യക്കൂറുകാർക്ക് ദൈവാധീനം വളരെ കുറവുള്ള ഒരു ദിവസമായിരിക്കും. എങ്കിലും മക്കളിൽ നിന്നൊക്കെ സന്തോഷവുമൊക്കെ ഉണ്ടാകും. എന്നാലും ഇടയ്ക്ക് ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടൊരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാകും, ഒരു ബഹളമൊക്കെ ഉണ്ടാകും, ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാകും. ആരോഗ്യം ഒട്ടും അനുകൂലമായിരിക്കില്ല. നല്ല സുഹൃത്തുക്കൾ എന്ന് കരുതുന്നവരൊക്കെ അവരിൽ നിന്നൊക്കെ ചിലപ്പോൾ ചില മോശമായ പ്രതികരണങ്ങൾ ഉണ്ടാകും. മക്കൾ അനുകൂലമല്ല, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ. അതുപോലെ കാര്യവിജയമൊക്കെ ഉണ്ടാകുമെങ്കിലും അതിന് ഒരുപാട് തടസ്സങ്ങളും പ്രയാസങ്ങളും അനുഭവപ്പെട്ടിട്ട് മനസ്സിന് ഒരു അസ്വസ്ഥത ഉണ്ടാവും. ബന്ധുക്കൾ നിന്നൊക്കെ ഉള്ള നല്ല അനുകൂലം ഉണ്ടാകും, സഹായവും ഉണ്ടാകും. പക്ഷേ സഹായം എന്ന് പറയുന്നത് ഉദ്ദേശിച്ച സമയത്ത് ചിലപ്പോൾ കയ്യിൽ വന്നുകൊള്ളണം എന്ന് പറയാൻ കഴിയില്ല. ഇനി തുലാം രാശിയാണ്. ചിത്ര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശിക്കാർക്ക് ഇന്ന് അനുകൂലമായ സമയമാണ്. പ്രതാപശക്തിയും ബന്ധുഗുണവും ധനവും മനസ്സുഖവും കാര്യവിജയവും തൊഴിലംഗത്തെ നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. പൊതുവെ തുലാം രാശിക്കാർക്ക് അനുകൂലമാണ്. തുലാം രാശി ചിത്ര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വൃശ്ചികം കൂറിൻ്റെയാണ്. വൃശ്ചിക കൂറുകാർക്ക് ദോഷമാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. വൃശ്ചിക കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ല, ദോഷമാണ്. അനുകൂലമല്ലാത്ത യാത്രകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, കലഹം, സാമ്പത്തികമായി കൊടുക്കൽ വാങ്ങലുകൾ വളരെ ശ്രദ്ധിച്ച് മാത്രം ഇന്ന് വൃശ്ചികക്കൂറുകാർ ചെയ്യുക. മൃഗങ്ങളിൽ നിന്നുള്ള നഷ്ടങ്ങൾ, ഭാര്യാപുത്ര കലഹം, മക്കൾ മൂലം മനസ്സിന് സുഖമില്ലായ്മ തുടങ്ങി ദോഷകരമായ അവസ്ഥയായിരിക്കും വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. ഇനി ധനു, മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗമാണ് ധനു. ധനുക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ല. അതുമാത്രമേ ധനുക്കൂറിന് ദൈവാധീനം കുറവുള്ളൊരു സമയമാണ്. കലഹം, ആരോഗ്യ പ്രശ്നം, വാക്കുകൾ മൂലമുള്ള ധനനഷ്ടം, അപകടം, അപമാനം, അനുകൂലമല്ലാത്ത സുഹൃബന്ധങ്ങളൊക്കെ ആയിട്ട് ഒട്ടും ധനുക്കൂറുകാർക്ക് അനുകൂലമല്ല. മകരം, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ഈ മകരക്കൂറുകാർക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥയാണ് ഉണ്ടാകുക. എങ്കിലും ദോഷമാണ് മകരക്കൂറുകാർക്ക് കൂടുതലായിട്ട് വരിക. ഭക്ഷണസുഖം ഒക്കെ കിട്ടുമെങ്കിലും അനുകൂലമല്ലാത്ത പെരുമാറ്റങ്ങൾ മറ്റുള്ളവരിൽ നിന്നുണ്ടാവും. കുടുംബത്തിലൊരു സ്വസ്ഥതക്കുറവ് അനുഭവപ്പെടും. രോഗമുക്തി ഒക്കെ ഉണ്ടാകും. എന്നാൽ അംഗീകാരം മറ്റുള്ളവരിൽ നിന്ന് കിട്ടേണ്ടതായ അംഗീകാരം കിട്ടില്ല. കുടുംബത്തിലാണെങ്കിലും അംഗീകാരമൊക്കെ ഉണ്ടാകും, കാര്യങ്ങളൊക്കെ ഉണ്ടാകിലും ഒരു അസ്വസ്ഥത നിറഞ്ഞ കുടുംബാന്തരീക്ഷമായിരിക്കും. മക്കളിൽ നിന്നൊക്കെ ചെറിയ അസ്വസ്ഥമായ അനുഭവങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ അനുകൂലമല്ലാത്ത ഒരു ദിവസമായിരിക്കും മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. കുംഭം, അവിട്ടം അവസാന പകുതിഭാഗം, ചതയം പൂരുരുട്ടാതി മുക്കാൽ. അതാണ് കുംഭക്കൂറുകാർ. കുംഭക്കൂറുകാർക്ക്
ഗുണദോഷ സമ്മിശ്രമാണ്. എന്ത് കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ട ഒരു ആത്മധൈര്യവും പ്രഭാവവും ഒക്കെ ഉണ്ടാകും. തൊഴിൽ നേട്ടം, കർമ്മഗുണം, ധനവരവ് ഒക്കെ ഉണ്ടാകും. എന്നാൽ അതേപോലെ തന്നെ ദേഹത്തിന് അല്പം സുഖക്കുറവ് അനുഭവപ്പെടും. സാമ്പത്തികമായി വരവുണ്ടാകുന്ന പോലെ തന്നെ സാമ്പത്തിക നഷ്ടവും അനുഭവപ്പെടും. ഇനി മീനം, പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. മീനക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ്. മനസ്സിന് സന്തോഷവും മറ്റുള്ള അംഗീകാരവും ഒക്കെ കിട്ടും. കടമൊക്കെ കുറച്ച് കുറയും. സാമ്പത്തികമായ ഒരു മേന്മയുള്ള ദിവസമായിരിക്കും. ആരോഗ്യം വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോകും. മക്കളുമായും മറ്റുള്ളവരുമായിട്ടൊക്കെ ഒരു സമാധാനപരമായൊരു അന്തരീക്ഷം ഉണ്ടാകും. കുടുംബത്തിൽ ഒരു സന്തോഷാവസ്ഥയൊക്കെ നിലനിൽക്കും. എങ്കിലും ഒരു ഈശ്വരാധീനക്കുറവ് പൊതുവെ ഉണ്ടാകുന്ന ഒരു സമയം കൂടെയാണ് മീനക്കൂറുകാർക്ക് എന്നറിയാം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. അമ്മേ ദേവി.